നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഇതാ സന്തോഷ വാർത്ത. അതെ, ഹജ്ജ് ഉംറ തീർത്ഥാടകരെ സേവിക്കുന്നതിന് സന്നദ്ധ സേവനത്തിനായി 4 പ്രധാന മേഖലകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹജ്ജ് ഉംറ ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് ബിൻ സുലൈമാൻ അൽ മഷാത്ത്. തീർത്ഥാടകരെ സ്വീകരിക്കലും യാത്രയയപ്പും പരിഭാഷപ്പെടുത്തലും മാർഗനിർദ്ദേശം നൽകലും ഫീൽഡ് പ്രവർത്തനങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ എന്നിവയാണ് സന്നദ്ധ സേവനത്തിന് തയ്യാറാവുന്നവർക്ക് മുൻപിൽ അധികൃതർ തുറന്നിടുന്ന 4 മേഖലകൾ. മദീനയിലെ കിങ് സൽമാൻ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ സ്വാധീനം എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഡോക്ടർ മഷാത്ത് സന്നദ്ധ സേവനത്തിന്റെ മേഖലകൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. മദീന അമീർ പ്രിൻസ് ഫൈസൽ ബിൻ സൽമാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സൗദി വിഷൻ 2030 ലക്ഷ്യമനുസരിച്ച് 2030 10 ലക്ഷം വോളണ്ടിയർമാരെയാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഈ ലക്ഷ്യം നേടുക അസാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സന്നദ്ധ സേവനം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ബോധവൽക്കരണ ഫീൽഡ് പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ വോളണ്ടിയർമാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സന്നദ്ധ സേവനത്തിന് തയ്യാറായി വരുന്നവർ അവർക്ക് പ്രത്യേക കഴിവും താല്പര്യമുള്ള മേഖലകൾ തന്നെ തെരഞ്ഞെടുക്കണമെന്നും മനുഷ്യവിഭവങ്ങളുടെ നഷ്ടം തടയാൻ വലിയൊരു പരിധിവരെ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങളിലൊന്നായ ബി ഹെൽപ്ഫുൾ എന്ന സന്നദ്ധ പരിപാടിയെക്കുറിച്ചും തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇതുകൂടാതെ COVID-19 പകർച്ചവ്യാധിയുടെ സമയത്ത് മികച്ച രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനമാണ് തീർത്ഥാടന വേളയിൽ വോളണ്ടിയർമാർ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം സൗദിയുടെ വിവിധ ഡിസംബർ 20 മുതൽ കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് വൈകിയാണ് ശീതക്കാറ്റെത്തുക. കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും മഴയെത്താത്തതും തണുപ്പ് വൈകാൻ കാരണമായി മാറിയിട്ടുണ്ട്. സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് തണുപ്പിലേക്ക് പ്രവേശിച്ചത്. ഹായിൽ, തബൂക്ക്, അൽ ജൗഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നീ ഭാഗങ്ങളിൽ താപനില കുറഞ്ഞു തുടങ്ങി. റിയാദിലും ദമാമിലും ഈ മാസം 20 മുതൽ കടുത്ത തണുപ്പെത്തും. ഡിസംബർ 21 സൗദി ഈ വർഷത്തെ ദൈർഘ്യമേറിയ രാത്രിക്ക് സാക്ഷ്യം വഹിക്കും. അതിന് പിന്നാലെ 1 മാസത്തോളം കഠിനമാകും തണുപ്പെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദീർഘദൂര ഹൈവേകളിൽ വരും ദിനങ്ങളിൽ മൂടൽമഞ്ഞ് വർദ്ധിക്കും. യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. മഴ പെയ്ത മക്ക പ്രവിശ്യയിലും മദീനയിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരും. ജിദ്ദയിൽ 30 മുകളിൽ തന്നെയായിരിക്കും താപനില. ശീതക്കാറ്റ് വൈകിയതിനാൽ വൈകിയാണ് ഇത്തവണ തണുപ്പെത്തുന്നതെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.